സഖാക്കളെ, സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ചർച്ച ചെയ്യുന്നതിന് ഒരു സൗകര്യം ഉണ്ടാക്കിയ CPIM റെഡ് സ്റ്റാർ ഗ്രൂപ്പിനും അതിൻ്റെ സംഘാടകരെയും പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയും ഇതിലേക്ക് ഒത്തുകൂടിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്യുകയും ചെയ്യും. യഥാർത്ഥത്തിൽ ലോകമാകെ പടർന്നു പന്തലിച്ചിരിക്കുന്ന ഒരാശയമാണ് മാർക്സിസം എന്നത്. അത് ലോകത്തെ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതുവരെ വളർന്നു വികസിച്ച ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപകൽപ്പന ചെയ്യപ്പെട്ട ഒന്നാണ്. ലോകത്ത് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ സിദ്ധാന്തങ്ങളും അഥവാ തത്വശാസ്ത്രവും ലോകത്തെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഉണ്ടായതാണ്. പക്ഷേ മാർക്സിസം വന്നതോടുകൂടി കേവല വ്യാഖ്യാനത്തിനപ്പുറം ലോകത്തെ മാറ്റി തീർക്കുക എന്നുള്ളതാണ് തത്വശാസ്ത്രത്തിൻ്റെ ദൗത്യം എന്നിടത്തേക്ക് അത് മാറ്റപ്പെട്ടു. മാർക്സിന് മുമ്പും പിൻപും എന്ന് തത്വശാസ്ത്രത്തെ വിവക്ഷിക്കാവുന്ന അവസ്ഥയുണ്ടായി. ലോകമാകെ ഇതിൻ്റെ സ്വാധീനം വ്യത്യസ്തമായ രൂപങ്ങളിൽ നമ്മുടെ മുന്നിലുണ്ട്. അത് രാഷ്ട്രീയ രംഗത്ത്, സാമൂഹിക രംഗത്ത് എന്ന് ചുരുക്കിയെടുക്കാൻ പറ്റില്ല. അഥവാ വിശാലമായ അർത്ഥത്തിൽ വേണം അതിനെ കാണാൻ. രാഷ്ട്രീയ രംഗം എന്ന് പറയുമ്പോൾ വിശാലമായ അർത്ഥത്തിൽ അതിനെ എടുത്താൽ കുഴപ്പമില്ല. സാഹിത്യരംഗത്ത്, സാംസ്കാരിക രംഗത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളിൽ, ചിത്രകലയിൽ, സംഗീതത്തിൽ, സാഹിത്യത്തിൽ, ശില്പകലയിൽ, സിനിമയിൽ, നാടകത്തിൽ, വിവിധ കലാരൂപങ്ങളിൽ, ഇങ്ങനെ നൂറുകണക്കിന് മേഖലകളിൽ പടർന്നു പന്തലിച്ചിരിക്കുന്ന സ്വാധീനിക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണ് മാർക്സിസം. അത് ചരിത്രത്തെ നോക്കിക്കാണുന്നതിന്, സമൂഹത്തെ നോക്കിക്കാണുന്നതിന്, ഇഷ്യൂസ്, ഓരോ പ്രശ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വിലയിരുത്തലിലൊക്കെ അത് ലോകത്താകെ ഇന്ന് സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. മാർക്സിസത്തിൻ്റെ സ്വാധീനം 60-ൽ പരം രാഷ്ട്രങ്ങളിൽ വിവിധ കക്ഷികളുടെ രൂപത്തിൽ, അതൊരു പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാകാം, സോഷ്യലിസ്റ്റ് പാർട്ടിയാകാം, ഇടതുപക്ഷ ഗ്രൂപ്പുകളാകാം, അങ്ങനെ വിവിധ രൂപത്തിൽ ഭരണതലങ്ങളിൽ ഇടപെടുന്നു. അതിൽ കൂടുതൽ രാജ്യങ്ങളിൽ അത് ഭരണകൂടത്തെ എതിർക്കുന്നതിൽ, ഞാൻ നേരത്തെ പറഞ്ഞ മണ്ഡലങ്ങളിലാകെ വ്യവഹരിച്ചിരിക്കുന്ന രൂപത്തിലേക്ക് മാർക്സിസം ഇന്ന് വികസിച്ചു വന്നിട്ടുണ്ട്. മാർക്സിസം എന്നത് ഏതെങ്കിലും ഒരു കൂട്ടിൽ കെട്ടിയിടാൻ പറ്റുന്ന ഒന്നല്ല. ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിക്കുന്ന വിലയിരുത്തലിന് മാത്രം ഉതകുന്ന ഒന്നല്ല. മാർക്സിസം മതത്തിൻ്റെ രൂപത്തിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒന്നല്ല. അത് മതങ്ങളിൽ വിജ്ഞാനത്തിനുള്ള വഴി തുറന്നിടാത്ത രൂപത്തിൽ എല്ലാ വിജ്ഞാനവും അതിൽ സ്വാംശീകരിച്ചിട്ടുണ്ട് എന്ന രൂപത്തിലാണ് അതിനെ കാണുന്നത്. മാർക്സിസം എന്നത് മാർക്സ് ഒരു വഴികാട്ടി മാത്രമായി മാർക്സിനെ കണ്ടുകൊണ്ട് മാർക്സിസം അതാത് കാലഘട്ടത്തിലെ പ്രശ്നങ്ങളെ കൂട്ടിച്ചേർത്ത് അതിനെ അതാത് സാഹചര്യത്തിൽ, മൂർത്തമായ സാഹചര്യത്തിൽ വിലയിരുത്തി ആവശ്യമായ നിലപാടുകൾ ഓരോ പ്രശ്നത്തിലും കൈക്കൊള്ളുക എന്നുള്ള വളരെ തുറന്ന ഒരു സമീപനമാണ് മാർക്സിസം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന പ്രശ്നം അല്ലെങ്കിൽ അടിത്തറ എന്ന് പറയുന്നത് ലോകത്തെങ്ങുമുള്ള മനുഷ്യൻ്റെ വളർച്ചയുടെ, ഈ ഭൂമണ്ഡലത്തിലെ മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം മനുഷ്യാധ്വാനമാണ് എന്ന പ്രശ്നം അത് മുന്നോട്ട് വയ്ക്കുന്നു. ആ അധ്വാനമാണ് മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയുടെ അടിത്തറ എന്ന് പറയുന്നത്. ആ അധ്വാനത്തെ കൃത്യമായി അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് മാർക്സിസത്തെ മറ്റ് പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്ന് വ്യതിരിക്തമായി നിർത്തുന്ന ഒരു ഘടകം. ഈ അധ്വാനത്തിൻ്റെ മഹത്വം അത് തിരിച്ചറിയുന്നു.
അധ്വാനിക്കുന്നവരെക്കുറിച്ചും ഭാരം ചുമക്കുന്നവരെക്കുറിച്ചും മതം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അധ്വാനിക്കുന്നതിൻ്റെതായി വിവിധ രൂപങ്ങൾ വിവിധ മതങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. വിയർപ്പ് ഒഴുക്കുന്നവൻ്റെ കൂലി വിയർപ്പുണങ്ങുന്നതിന് മുമ്പ് നൽകുന്നതിൻ്റെ ആശയങ്ങൾ മതത്തിലുടനീളം കടന്നു വരുന്നുണ്ട്. പക്ഷേ മാർക്സിസം അതിൽ നിന്ന് വികസിച്ച്, അതിനെ ഒന്നും നിഷേധിക്കാതെ തന്നെ അതിൽ നിന്ന് വികസിച്ചുകൊണ്ട്, അതിനെ ഒക്കെ ഇന്ധനമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാർക്സിസം എന്താണ് അധ്വാനം, എന്താണ് ഈ അധ്വാനിക്കുന്നവൻ ദുരിതത്തിൽ കഴിയുന്നതിൻ്റെ കാരണം എന്താണ്, ആ ദുരിതത്തിൽ കഴിയുന്നവൻ്റെ കാര്യകാരണ പ്രശ്നം വിശകലനം ചെയ്യുന്നു എന്നുള്ളതാണ് മാർക്സിസത്തെ ഇത്തരം മതദർശനങ്ങളിൽ നിന്ന് വികസിപ്പിച്ച് നിർത്തുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ലോകത്താകെ അധ്വാനത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് കടന്നു വന്ന മാർക്സിസം ലോകത്തെ എല്ലാ വളർച്ചയുടെ അടിത്തറ അധ്വാനമാണെന്ന് ചൂണ്ടിക്കാണിക്കുകയും ആ അധ്വാനത്തിൻ്റെ പ്രതിഫലം അധ്വാനിക്കുന്നവനിൽ അർപ്പിതമായിരിക്കണം എന്ന സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത്. അതുപോലെ മനുഷ്യൻ്റെ ഈ കഴിവിനെ വളരെ കൃത്യമായി വിശകലനം ചെയ്തുകൊണ്ടാണ് അത്തരം സാഹിത്യ രൂപങ്ങളൊക്കെ ധാരാളമായിട്ട് കടന്നു വന്നത്. ഇപ്പോൾ ചാർലി ചാപ്ലിൻ്റെ സിനിമകൾ, അല്ലെങ്കിൽ ഐസൻസ്റ്റീൻ്റെ സിനിമകൾ. ചാർലി ചാപ്ലിൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം അഭിനയിച്ച സിനിമകൾ, ഐസൻസ്റ്റീനെ പോലുള്ള ഫിലിം മേക്കേഴ്സിൻ്റെ മഹത്തായ സിനിമകൾ, പിന്നീട് അദ്ദേഹത്തിൻ്റെ തുടർച്ചയായിട്ട് കടന്നു വന്ന നൂറുകണക്കിന് ഫിലിം മേക്കേഴ്സിൻ്റെ ചിത്രങ്ങൾ, ഇതെല്ലാം സിനിമയുടെ ലോകത്ത് നിന്നുകൊണ്ട് ഈ അധ്വാനത്തിൻ്റെ മഹത്വം വിളിച്ചറിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചാപ്ലിൻ്റെ നിരവധി സിനിമകൾ മുതലാളിത്തത്തെ വിമർശിക്കുകയും മനുഷ്യനെ എങ്ങനെയാണ് മുതലാളിത്തം ഈ അധ്വാനത്തിലൂടെ ചൂഷണം ചെയ്യുന്നതെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. നൂറായിരക്കണക്കിന് സാഹിത്യകാരന്മാർ ഇത് തലയിൽ വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സാഹിത്യ രചനകൾ, അഥവാ മാർക്സിസം പഠിക്കാതെ തന്നെ ഈ അധ്വാനത്തിൻ്റെ മഹത്വം വിവക്ഷിച്ച രചനകൾ ധാരാളമായിട്ട് കടന്നു വന്നു. ചിത്രകലയിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭദശയിൽ തന്നെ ഈ മാർക്സിസത്തിൻ്റെ സ്വാധീനം ചിത്രകലയിൽ ധാരാളമായിട്ട് കടന്നു വന്നു. സംഗീതം ലോകത്താകമാനം വിപ്ലവ പാട്ട് ഗാനങ്ങളായും അതുപോലെ നേരിട്ട് അത്തരം കാര്യങ്ങൾ പറയാതെ തന്നെ മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഉതകുന്ന സംഗീതം കടന്നു വന്നു. ശില്പകലയിൽ ആ രൂപത്തിൽ മാറ്റം വന്നു. ഒന്നിനെ അതുപോലെ പകർത്തുന്നതല്ല, ആ പകർത്തൽ മാത്രമല്ല ചിത്രകല അല്ലെങ്കിൽ ശില്പകല എന്നിടത്തേക്ക് ഓരോന്നിനും ഓരോ സന്ദേശം കൊടുക്കുക എന്നിടത്തേക്ക് അത് വന്നു. അതിലെല്ലാം മാർക്സിസത്തിൻ്റെ സ്വാധീനം വളരെ പ്രകടമാണ്. അതായത് നമ്മുടെ റിയലിസ്റ്റിക് ചിത്ര രചനയിൽ നിന്ന് മുമ്പോട്ട് പോയി. ഇപ്പോൾ രാജാരവിവർമ്മയുടെയൊക്കെ ചിത്രങ്ങൾ ഒന്നിനെ അതുപോലെ പകർത്തലാണ്. പക്ഷേ സാൽവറദോർ ദാലിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ വിവാൻ സുന്ദരത്തിലേക്ക് വരുമ്പോൾ, അങ്ങനെയുള്ള ചിത്രകാരന്മാരിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ പിക്കാസോയിലേക്ക് വരുമ്പോൾ എത്രയോ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ഫാസിസത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ചിത്രകലയിലൂടെ അവർ മുന്നോട്ട് വച്ചു. നമ്മുടെ കേരളത്തിൽ തന്നെ എഴുത്തുകാർ ഇപ്പോൾ ഇന്ദുലേഖയെ പോലുള്ള നോവലുകൾ മുന്നോട്ട് വച്ച രീതിയല്ല പിന്നീട് വന്ന തകഴിയെ പോലുള്ളവർ അതിനെ നോക്കിക്കണ്ടത്. കാരണം സാഹിത്യത്തിൽ ഈ ഇന്ദുലേഖ എന്നുള്ളത് സുന്ദരിയായ ഒരു പെൺകുട്ടി, അതിസുന്ദരിയായ പെൺകുട്ടി. ആ ഇന്ദുലേഖയും ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തു ചന്തുമേനോൻ. ആ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്പൂതിരി നായർ വീട്ടിലെ സംബന്ധമാണ്. ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളെ വലിയ പ്രായത്തിലുള്ള നമ്പൂതിരിമാർ സംബന്ധം ചെയ്യുന്നത് വഴി ഉണ്ടായിരുന്ന മരുവക്കത്തായ സമ്പ്രദായങ്ങളുടെ പ്രശ്നങ്ങളാണ് അത് അഭിവാദ്യം ചെയ്തത്, അത് അഭിസംബോധന ചെയ്തത്. എന്നാൽ പിന്നീട് തകഴിയെപ്പോലുള്ളവർ അതിനെ കണ്ടത് അങ്ങനെയല്ല. അവർ ഈ സാഹിത്യത്തിലെ നായികമാർ സുന്ദരിയായിരിക്കണം, നായകന്മാർ ധീരോദാത്തൻ, അതിപ്രതാപവാൻ, ഗുണവാൻ, വിഖ്യാത വംശജൻ എന്നുള്ള പഴയ പരികൽപ്പനയെ അത് ഉല്ലംഘിച്ചു. കോരനും ചിരിതയൊക്കെ സാഹിത്യത്തിൽ നായകന്മാരായിട്ട് വരാം എന്ന് അത് ആ ആശയം മുന്നോട്ട് വെച്ചു. അങ്ങനെ രണ്ടിടം കഴിയും കയറുമെല്ലാം അങ്ങനെ ആ രൂപത്തിലാണ് അതിനെ കണ്ടത്. ഇത് ഒരുപാട് രീതിയിൽ കടന്നു വന്നു. പാട്ടബാക്കിയിലൂടെ കെ ദാമോദരൻ അതിനെ മുന്നോട്ട് വച്ചു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങിയിട്ടുള്ള ആശയങ്ങളിലൂടെ തോപ്പിൽ ഭാസി അതിനെ മുൻപോട്ട് കൊണ്ടുപോയി.
എന്തിന് വി.ടി. ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നരങ്ങത്തേക്ക് എന്ന നാടകത്തിലൂടെ ഇത് മുറിച്ചു കടക്കുന്ന രൂപത്തിലുള്ള ആശയങ്ങൾ പ്രതിപാദിച്ചു. ഇതെല്ലാം യഥാർത്ഥത്തിൽ നാടകം ദുഷ്യന്തനും ശകുന്തളയും തമ്മിലുള്ള നാടകം, ദുഷ്യന്തനും ശകുന്തളയും നായികാനായകന്മാരായ നാടകം, അത്തരം ചില ആശ്രമ പരിസരത്തിൽ ഒതുങ്ങി നിന്നിരുന്ന നാടകം, അല്ലെങ്കിൽ അങ്ങനെ ചില പ്രണയവും അത്തരത്തിലുള്ള ചില സംഭവങ്ങളും മാത്രമായിട്ട് നിന്നിരുന്ന നാടകം, അതിൽ പിന്നെ പലതരത്തിലുള്ള പഴയ ധാരണകൾ മാത്രം വെച്ച് പുലർത്തിയിരുന്ന കാര്യങ്ങൾ, അതിൽ നിന്നെല്ലാം മുമ്പോട്ട് പോയിട്ട് സാമൂഹിക പ്രശ്നങ്ങളെ നാടകം അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഇപ്പോൾ കേരളത്തിൽ 100-ലധികം ശാകുന്തള വിവർത്തനം ഒരു കാലത്തുണ്ടായിരുന്നു. അവസാനം സാഹിത്യകാരന്മാരുടെ ഇടയിൽ ഒരു തീരുമാനം, അലിഖിത തീരുമാനം പോലെ വരേണ്ടി വന്നു, ഇനി ആരും ശാകുന്തളം വിവർത്തനം ചെയ്യാൻ പാടില്ല. കാരണം ആ പരിധിക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാനുള്ള സാമൂഹിക ബോധത്തിൽ എഴുത്തുകാർ വന്നിരുന്നില്ല. അതിനപ്പുറത്തേക്ക് അവർക്ക് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നില്ല. അവരാ ചുറ്റുവട്ടത്തിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് മാർക്സിസത്തിൻ്റെ വെളിച്ചം കടന്നു വന്നപ്പോൾ സാധാരണ മനുഷ്യൻ്റെ ജീവിതം സാഹിത്യത്തിന് ഉതകും എന്ന ആശയം വന്നത്. ഇത് മാർക്സിസം പഠിച്ചത് കൊണ്ട് മാത്രം നടന്നൊരു കാര്യമല്ല, ലോകത്താകെ വന്നിട്ടുള്ള ആ മുന്നേറ്റത്തിൻ്റെ ഭാഗമാണത്. അപ്പം അതിന് അടിത്തറ മാർക്സിസത്തിന് മുമ്പാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ ഒക്കെ കടന്നു വന്നൊരാശയമുണ്ട്. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന നവോത്ഥാനം തന്നെ ലോകത്ത് വളർന്നു കടന്നു വരുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. അതിനെ ബൂർഷ്വാ നവോത്ഥാനമെന്നാണ് മാർക്സിസ്റ്റ് ആചാര്യന്മാർ വിവക്ഷിക്കുന്നത്. അതൊരു നവോത്ഥാനം തന്നെയാണ്. രാജാധിപത്യത്തിനെതിരെ ജനങ്ങൾ സംഘടിക്കാൻ കഴിയും. രാജാധിപത്യം എന്ന് പറഞ്ഞാൽ ദൈവഹിതമാണ് എന്നാണ് കൽപ്പിച്ചു വച്ചിരുന്നത്. ഭരണം എന്ന് പറഞ്ഞാൽ തന്നെ ദൈവം നൽകുന്നതാണെന്നാണ്. മാർത്താണ്ഡവർമ്മയുടെ ഉദാഹരണം അന്യത്രയുണ്ട്. കാരണം മാർത്താണ്ഡവർമ്മയ്ക്കെതിരായി 8 വീട്ടിപ്പിള്ളമാർ ശണ്ട കൂട്ടിയപ്പോൾ മാർത്താണ്ഡവർമ്മ അവരെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് മാർത്താണ്ഡവർമ്മ ഉടവാൾ പത്മനാഭൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് മാർത്താണ്ഡവർമ്മ സൂചിപ്പിച്ച കാര്യം, ഈ രാജ്യം എൻ്റെതല്ല, പത്മനാഭൻ്റെതാണ്. ഉടവാൾ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അധികാരം പത്മനാഭൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പത്മനാഭനെതിരായിട്ടുള്ള സമരമാണ് ഇനി നിങ്ങൾ നടത്തുന്നെങ്കിൽ അത് പത്മനാഭനെതിരായിട്ടുള്ള സമരമാണ് എന്ന് പറഞ്ഞാൽ പത്മനാഭദാസന്മാരെന്നാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. മിക്കവാറും എല്ലാ രാജാക്കന്മാരും അങ്ങനെ തന്നെയാണ് അറിയപ്പെട്ടിരുന്നത്. പത്മനാഭ സ്തുതിഗീതങ്ങളാണ് സ്വാതി തിരുനാൾ പാടിയത് മുഴുവൻ, അല്ലെങ്കിൽ സിംഹഭാഗവും പത്മനാഭ സ്തുതിഗീതങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ മോഹിനിയാട്ട പദങ്ങൾ പത്മനാഭനെ കാമുകനായിട്ടും തന്നെ കാമുകയായിട്ടും പരികൽപ്പിച്ചുകൊണ്ടുള്ള ഒരു രചനയാണ് അദ്ദേഹം നടത്തിയത്. അതിൻ്റെയൊക്കെ സൂക്ഷ്മാംശങ്ങൾ മാർക്സിസത്തിൻ്റെ വെളിച്ചത്തിൽ വിലയിരുത്തിയാൽ ONV സാറൊക്കെ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ നാഥൻ ബ്രിട്ടീഷുകാരല്ല എന്ന് സൂചിപ്പിക്കാൻ കൂടി അദ്ദേഹത്തിൻ്റെ അന്തരംഗം തയ്യാറെടുത്തിരുന്നു എന്നുള്ളതാണ്. ബ്രിട്ടീഷുകാരല്ല ഈ ലോകത്തിൻ്റെ നാഥൻ, അത് പത്മനാഭനാണ് എന്ന് സ്ഥാപിക്കുക വഴി ആ ഭക്തി ഗീതത്തിനകത്ത്, അല്ലെങ്കിൽ ആ ഭക്തിപരമായ ഇടപെടലിനകത്ത് ഒരു ബ്രിട്ടീഷ് വിരുദ്ധത കൂടി നമുക്ക് ദർശിക്കാൻ കഴിയുമെന്നുള്ളത് സ്വാതി തിരുനാളിൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് മനസ്സിലാവും. അതിനെ ബലപ്പെടുത്തുന്നതാണ് സ്വാതി തിരുനാൾ സ്വയം വരിച്ച മരണം പോലും. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പൊരുതാനുള്ള ആയുധശേഷി ഇല്ലാത്തത് കൊണ്ട് സ്വയം മരണം വരിക്കുന്ന നിലയിലേക്ക് പോലും സ്വാതി പോയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ ലോകത്താകെ ഈ ആശയം വിവിധ രൂപങ്ങളിൽ കടന്നു വരുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ്. ആ ഫ്രഞ്ച് വിപ്ലവം യഥാർത്ഥത്തിൽ ജനാധിപത്യ വിപ്ലവമാണ്. അത് ആ രാജാധികാരം തകർത്ത് ജനാധിപത്യത്തെ അവരോധിക്കുന്ന ഒരു വിപ്ലവമാണ് അവിടെ നടന്നത്. പക്ഷേ അവിടം കൊണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ ഈ ചൂഷണ സമ്പ്രദായത്തെ അത് ഇല്ലാതാക്കുന്നില്ല. അത് രാജകീയമായ ഏകാധിപത്യത്തെ തകർക്കുന്നു എന്നുള്ളതും ജനങ്ങൾക്ക് അഭിലാഷത്തോടുകൂടി ഒരു ഭരണ സംവിധാനം വരുന്നു എന്നുള്ളതും അതിൻ്റെ ഏറ്റവും വലിയ പുരോഗമന വശമാണ്. പക്ഷെ അവിടെ നിന്ന് അത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ അധ്വാനത്തെ ചൂഷണം ചെയ്യുന്ന സമ്പ്രദായം ഇല്ലാതാവണം. അധ്വാനത്തിൻ്റെ വിഹിതം പൂർണ്ണമായും മനുഷ്യ സമൂഹത്തിന് തന്നെ ലഭിക്കണം. ഇതാണ് മാർക്സിസം മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട ആശയം. ഇതിൻ്റെ അലയൊലികൾ എങ്ങനെയാണ് കേരളത്തിൽ സ്വാധീനിച്ചത്? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ രൂപം കൊള്ളുന്നത്
ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട അതേ സമയത്തല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ 1920 തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആരംഭിച്ചു. അത് ഇന്ത്യയിൽ തുടങ്ങിയെന്ന് പറയുമ്പോൾ നേരിട്ട് ഇന്ത്യയിലല്ല എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം 1917 റഷ്യൻ വിപ്ലവം ആരംഭിച്ചു കഴിയുന്നു. ആ റഷ്യൻ വിപ്ലവം ആരംഭിച്ച് അല്ലെങ്കിൽ റഷ്യയിലെ വിപ്ലവം പൂർത്തിയായി 1917. അതിൻ്റെ ആവേശം ലോകത്തെല്ലായിടത്തും അലയടിച്ചു. അതിലാകർഷകരായി ഇന്ത്യയിൽ നിന്നുള്ള പുരോഗമനവാദികൾ വിവിധ രൂപങ്ങളിൽ, ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നത് കൊണ്ട് നേരിട്ട് റഷ്യയിൽ പോയി അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുമായിരുന്നില്ല. രഹസ്യമായിട്ട് മാത്രമേ പോകാൻ കഴിയൂ. അങ്ങനെയാണ് എം എൻ റോയിയെ പോലുള്ള ആളുകൾ, അദ്ദേഹത്തെ ഒരു സാർവദേശീയ കമ്മ്യൂണിസ്റ്റ് നേതാവെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്ത്യയിൽ നിന്ന് പോയി മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആളുകൾ റഷ്യയിൽ പോയി അവിടുത്തെ ഇടപെടലിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ ഗ്രൂപ്പ് രൂപീകരിക്കുന്നത് താഷ്കെൻഡിൽ വെച്ചിട്ടാണ്. പിന്നീട് ഇന്ത്യയിൽ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് കാൺപൂരിൽ ഇന്ത്യയിൽ ഗ്രൂപ്പ് രൂപീകരിക്കുന്നത്. ഈ സമയത്തും കേരളത്തിൽ അതിൻ്റെ ഇടപെടലുണ്ടായില്ല. കാരണം കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം ഉണ്ടായി 1921 KPCCയുടെ ആദ്യ സമ്മേളനം ചേരുന്നത് എന്നാണ് ഓർക്കുന്നത്. അപ്പോൾ ആ 20കളിൽ മാത്രമാണ് കേരളത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുന്നത്. അതിനു മുമ്പ് കേരളത്തിലെ ഈ സാമൂഹികമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരുന്നത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് തന്നെ അതിന് 35 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അതായത് SNDP യോഗവും NSSും സാധുജന പരിപാലന സംഘമൊക്കെ കേരളത്തിൽ ഉണ്ടാകുന്നതിന് 1.5 പതിറ്റാണ്ട് മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിലുണ്ടായി. പക്ഷെ അപ്പോഴും കേരളത്തിൽ അത് രാഷ്ട്രീയമായി പക്വതയിലേക്ക് വരുന്ന അവസ്ഥയായിരുന്നില്ല. അപ്പോൾ കേരളത്തിലെ യഥാർത്ഥത്തിൽ പുരോഗമന പ്രസ്ഥാനമായി കേരളത്തിൽ നിലനിന്നിരുന്നത് ഈ സാമുദായിക പ്രസ്ഥാനങ്ങളാണ്. സാമുദായിക പ്രസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമുക്ക് SNDPയിൽ അല്ലെങ്കിൽ NSSൽ, അതുമല്ലെങ്കിൽ സാധുജന പരിപാലന സംഘത്തിൽ, അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയിൽ ഒക്കെ എത്താം. അതിനു മുമ്പ് കേരളത്തിൽ മലയാളി മെമ്മോറിയൽ ഉണ്ടായിരുന്നു. ഈ കോൺഗ്രസ് രൂപീകരണ സമയത്താണ് കേരളത്തിൽ മലയാളി മെമ്മോറിയൽ പ്രവർത്തിച്ചത്. ആ മലയാളി മെമ്മോറിയൽ എന്നതൊരു സാമൂഹിക പ്രസ്ഥാനമാണ്. അത് പ്രധാനമായിട്ടും ഒരർത്ഥത്തിൽ സംവരണത്തിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ സമരം അതിൽ നമുക്ക് ദർശിക്കാൻ പറ്റും. കാരണം തിരുവിതാംകൂറിലെ അധികാരം മുഴുവൻ കേന്ദ്രീകരിച്ചിരുന്നത് തമിഴ് ബ്രാഹ്മണർ വിഭാഗത്തിൻ്റെ കയ്യിലാണ്. രാജാക്കന്മാരുടെ, ഉദാഹരണത്തിന് ദളവമാർ, ഇന്നത്തെ ചീഫ് സെക്രട്ടറി എന്നൊക്കെ പറയാവുന്ന പോസ്റ്റിലുള്ളവർ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നൊക്കെ പറയാവുന്ന പോസ്റ്റിലുള്ള ദളവമാർ, അതുപോലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം തമിഴ് ബ്രാഹ്മണന്മാരാണ്. അത് പിൽക്കാലത്ത് തുടർന്നിരുന്നു. മുണ്ടിട്ട് പുറത്തൊരു കോട്ടൂടെ ധരിക്കുന്ന, നെറ്റിയിൽ ചന്ദനക്കുറി വാരി പൂശിയിട്ടുള്ള ചില രൂപങ്ങൾ നമ്മുടെ മുമ്പിൽ അടുത്ത കാലം വരെ അവശേഷിച്ചിരുന്നു. ഒരു 10, 30, 40 കൊല്ലം മുമ്പ് വരെ കേരളത്തിൽ ധാരാളമായി അത്തരം വക്കീലന്മാരെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. മുണ്ടുടുത്തുകൊണ്ട് കോടതിയിൽ പോകുന്ന, കോട്ടിട്ട് കോടതി, അതിൻ്റെ മുകളിൽ കോട്ടുമുണ്ട്. അപ്പം മുണ്ടും കോട്ടും അത്ര നല്ല കോമ്പിനേഷൻ ആണെന്ന് തോന്നിയിട്ടില്ലെങ്കിലും അത് അവരെയൊക്കെ വിളിച്ചിരുന്ന സ്വാമി വക്കീൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാരായിട്ടുള്ള വക്കീൽമാർ പൊതുവെ അങ്ങനെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. രാജഭരണം കഴിഞ്ഞിട്ടും അവരെങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അവരിലാണ് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ അധികാരം ഉണ്ടായിരുന്നത്. നായർ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, ഈഴ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ പുറകോട്ട് സാമുദായിക ഘടനയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഈ അധികാരത്തിൽ പങ്കാളിത്തമില്ലായിരുന്നു. ആ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് 10,000 പേര് ഒപ്പിട്ട് മലയാളി മെമ്മോറിയൽ മെമ്മോറണ്ടം കൊടുക്കുന്നത്. ഇത് കേരളത്തിലെ സാമൂഹിക നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്നു. നമ്മൾ അതിന് മുമ്പോട്ട് പോകണം. യഥാർത്ഥത്തിൽ അവിടെ അങ്ങനെ ചെല്ലുമ്പോഴാണ് നമ്മൾ അയ്യാ വൈകുണ്ഠസ്വാമികളിലെത്തുന്നത്. യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിനേക്കാൾ മുമ്പേ അത്തരം ആശയങ്ങൾ കേരളീയ അല്ലെങ്കിൽ തിരുവിതാംകൂർ സമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ച ആൾ അയ്യാ വൈകുണ്ഠസ്വാമികളാണ്. ഈ അയ്യാ വൈകുണ്ഠസ്വാമികൾ 1859 അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായെന്ന് പറയാവുന്നത് ആ വർഷങ്ങളിലാണ്, അല്ലെങ്കിൽ 19-19 നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷം അയ്യാ വൈകുണ്ഠസ്വാമികളെ യഥാർത്ഥത്തിൽ തിരുവിതാംകൂർ ഭരണകൂടം അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിലൊക്കെ അടയ്ക്കുന്നുണ്ട്.
അയ്യാ വൈകുണ്ഠ സ്വാമികളുടെ സമരം, പക്ഷെ അദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുവിനോളം പ്രസക്തി ഉണ്ടാകാതെ പോയത് പ്രത്യേക ചരിത്രത്തിൽ പരിശോധിക്കേണ്ടതാണ്. അതെന്തുകൊണ്ടാണെന്ന് മാർക്സിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ന് വിശകലനം ചെയ്താൽ മനസ്സിലാവും. ഒരു മൂർത്തമായ സാഹചര്യത്തിൽ അതിനെ മൂർത്തമായ ആശയം വെച്ചുകൊണ്ട് അതിലിടപെടുന്നതിലുള്ള പരിമിതിയാണ്. അത് 50 കൊല്ലം മുമ്പ് ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്നെങ്കിലും ഇതുപോലെ സംഭവിക്കണമെന്നില്ല. ഞാൻ നേരത്തെ മാർക്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അയ്യാ വൈകുണ്ഠ സ്വാമികളുടെ കാലത്ത് അത് പിച്ച വെച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം തന്നെ ഗവൺമെൻറ് ഇടപെടുന്നു, അറസ്റ്റ് ചെയ്യുന്നു, അതിലിടപെടുകയൊക്കെ ചെയ്യുന്നു. പക്ഷേ ശ്രീനാരായണ ഗുരുവിനെ അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ ഭരണാധികാരികൾ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ ശൈലി മറ്റൊന്നായിരുന്നു. അത് നമ്മുടെ നാട്ടിലെ ഒരർത്ഥത്തിൽ ആത്മീയവാദികൾക്കുൾപ്പെടെ പൊരുത്തപ്പെടാൻ കഴിയാവുന്ന ഒരു ആശയം, ഒരു രീതിയിലാണ് അദ്ദേഹം അതിനെ ആവിഷ്കരിച്ചത്. അതായത് സന്യാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഇന്ത്യക്കാർക്ക് പ്രിയമുള്ള ഒരു ഏർപ്പാടാണ്. അങ്ങനെ സന്യാസത്തിലൂടെയാണ് ശ്രീനാരായണ ഗുരു ഇതിനെ ഇടപെടുന്നത്. അദ്ദേഹം സന്യാസിയായിട്ട് മരുത്വ മലയിലേക്ക് പോയതാണ്. അവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ശ്രീനാരായണ ഗുരുവിന് തോന്നുന്നത്, തപസ് ചെയ്താൽ എന്താ ലഭിക്കുക? മോക്ഷം ലഭിക്കും. ഈ മോക്ഷം എന്ന് പറയുന്നത് വ്യക്തിപരമായ ഒരു നിർവ്വാണ പ്രക്രിയയാണോ, വ്യക്തിപരമായ ഒരു അനുഭൂതിയാണോ? അവിടെയാണ് ഇതര സന്യാസിമാരിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിനെ വേർതിരിച്ച് നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതാണ്. ഇത് വ്യക്തിപരമായ ഒരു ആത്മനിർവൃതിയോ മുക്തി നേടലോ അല്ല. അതിനപ്പുറത്ത് തൻ്റെ കൂടെ ജനിച്ച അല്ലെങ്കിൽ തൻ്റെ സഹജാതരായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, മലയടിവാരത്തിൽ അവരെങ്ങനെയാണ് കഴിയുക, അത് പിൽക്കാലത്ത് കുമാരനാശാൻ കൃത്യമായി അദ്ദേഹത്തിൻ്റെ മനോഹരമായ പദ്യത്തിലൂടെ ആവിഷ്കരിച്ചു. നരൻ അശുദ്ധമാണ് പോലും, ധരയിൽ നടപ്പത് തീണ്ടലാണ് പോലും, ഹര എന്ത് കഷ്ടമിത്, നരകം ഇതുപോലെ വേറെ എവിടെ ഉണ്ട്. ഇത് ആശാൻ ആവിഷ്കരിച്ച കേരളത്തിൻ്റെ ഒരു നല്ല ചിത്രമാണ്. ഈ ഒരൊറ്റ പദ്യത്തിലൂടെ കേരളീയ ജീവിതം എന്താണെന്നുള്ളത് അദ്ദേഹം ചിത്രീകരിക്കുകയാണ്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ, കെട്ടില്ലാത്തവർ, തമ്മിലുണ്ണാത്തവർ, ഒട്ടല്ലഹോ ജാതിക്കോമരങ്ങൾ. ഈ രൂപത്തിലാണ് അതിനെ ശ്രീനാരായണ ഗുരു നോക്കിക്കണ്ട ഈ ലോകത്തെ കൃത്യമായിട്ട് കുമാരനാശാൻ ആവിഷ്കരിച്ചത്. അതുകൊണ്ടാണ് മരുത്വാമലയിലെ തപസ് ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം താഴേക്ക് ഇറങ്ങി വരുന്നത്. അവിടെ അദ്ദേഹം വേറൊന്നുകൂടി ഉപേക്ഷിച്ചു, കാവി വസ്ത്രവും ഉപേക്ഷിച്ചു. കാവി എന്നത് ഈ സന്യാസത്തിൻ്റെ പ്രതീകമായി കണ്ടിരുന്ന ഈ കാവി, അതോടൊപ്പം തന്നെ അത് സാധാരണ മനുഷ്യൻ്റെ ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പര്യാപ്തമല്ല എന്ന തോന്നലിൽ കാവി അദ്ദേഹം ഉപേക്ഷിക്കുകയും അദ്ദേഹം വെളുത്ത വസ്ത്രം എന്നുള്ളത് സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നതായതുകൊണ്ട് അതിൽ നിന്ന് ഭിന്നമായ ഒരു സമ്പ്രദായം സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മഞ്ഞ വസ്ത്രം ധരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം മരുത്വാമലയിൽ നിന്ന് ഇറങ്ങി വന്ന് ഈ അരുവിക്കരയിലെ പ്രസിദ്ധമായ പ്രതിഷ്ഠ സ്ഥാപിക്കുന്നത്. ഈ പ്രതിഷ്ഠ സ്ഥാപിച്ച് കൃത്യമായി ഒരു സാമൂഹിക സാഹചര്യത്തിൽ അദ്ദേഹം ഇടപെട്ടു എന്നുള്ളതാണ് അയ്യാ വൈകുണ്ഠ സ്വാമിയിൽ നിന്ന് ശ്രീനാരായണ ഗുരു വികസിക്കുക എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മളതിനെ കാണേണ്ടത് അങ്ങനെയാണ്. ശ്രീനാരായണ ഗുരു അയ്യാ വൈകുണ്ഠ സ്വാമികളുടെ വികസിത രൂപമാണ്. അവിടെ നിന്നുകൊണ്ട് പല കാര്യങ്ങളിലും കുമാരനാശാൻ വികസിച്ചു എന്നുള്ളത് ഇവിടെ കാണണം. അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പൻ ശ്രീനാരായണ ഗുരുവിൽ നിന്ന് വികസിച്ചു എന്നുള്ളത് കാണണം. ആ വികാസം എങ്ങനെയാണ്? സഹോദരൻ അയ്യപ്പൻ ശാസ്ത്രബോധത്തോടു കൂടി ഇതിനെ കണ്ടു. കാരണം ശ്രീനാരായണ ഗുരുവിൻ്റെ കാലത്തിൻ്റെ ഒടുവിലേക്കൊക്കെ ശാസ്ത്രം കുറച്ചുകൂടി വികസിതമായി, കുറച്ചുകൂടി വൈഡായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിച്ച ഒരാളാണ് സഹോദരൻ അയ്യപ്പൻ. അല്ലെങ്കിൽ അങ്ങനെ ഒരു വീക്ഷണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശാസ്ത്രത്തെ അദ്ദേഹം കൂടുതൽ ആശ്രയിച്ചു. ആ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹോദരൻ അയ്യപ്പൻ്റെ ആശയങ്ങൾ പുറത്തു വന്നത്. കുറച്ചുകൂടി വ്യത്യസ്തമാണ് ഡോക്ടർ പൽപ്പു. അദ്ദേഹവും കുമാരനാശാനുമെല്ലാം ഇതര സ്റ്റേറ്റുകളിൽ പോയി പഠിച്ചു. ശ്രീനാരായണ ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെ കുമാരനാശാൻ വലിയ സംസ്കൃതത്തിൽ വലിയ പണ്ഡിതനായി മാറി. ഇംഗ്ലീഷ് പാണ്ഡിത്യം നേടി. പാശ്ചാത്യ കവിതകൾ കുമാരനാശാൻ പരിചയിക്കാൻ കഴിഞ്ഞു. ശ്രീനാരായണ ഗുരുവിന് അത് കഴിഞ്ഞില്ല. പരിചയിക്കാൻ ആശാൻ അവസരം കിട്ടി. ബംഗാളിൽ പോയി താമസിച്ചു. നോർത്ത് ഇന്ത്യയിലാകെ കറങ്ങി. മദ്രാസിൽ പോയി താമസിച്ചു. ശ്രീബുദ്ധൻ്റെ ആശയങ്ങളിൽ നമ്മൾ ഗുരുവിൻ്റെ കവിതകളും ആശാൻ്റെ കവിതകളുടെ പരിശോധിച്ചാൽ മനസ്സിലാവും.
ബുദ്ധൻ്റെ ആശയങ്ങൾ കൂടുതൽ കടന്നു വന്നിട്ടുള്ളത് ആശാൻ്റെ കവിതകളിലാണ്. ശ്രീനാരായണ ഗുരു അപ്രതിരോധ്യനായ കവിയായിരുന്നു. വളരെ ചുരുക്കി ആശയങ്ങൾ പ്രതിപാദിക്കാൻ പറ്റുന്ന വലിയ ആശയങ്ങളുള്ള വാക്കുകൾ ചെറിയ ചിമിഴിൽ ഒതുക്കാൻ പര്യാപ്തമായ ആശയ സമ്പുഷ്ടത ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതകളിലുണ്ട്. അത് വെറും ഒരു കവിതയല്ല, അതിനപ്പുറത്ത് ജീവിത വീക്ഷണം കൃത്യമായിട്ട് അവതരിപ്പിക്കുകയായിരുന്നു. മനുഷ്യ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ കൃത്യമായിട്ടത് അഡ്രസ്സ് ചെയ്യുകയായിരുന്നു. ഇങ്ങനെയാണ്. എന്നിട്ടതിൽ കൃത്യമായി മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കണം, അങ്ങനെ എങ്ങനെ ഇടപെടണം എന്നതുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അവനവൻ ആത്മസുഖത്തിനാചരിപ്പവ, അവരെന്നെ സുഖത്തിനായി വരേണം എന്ന് പറയുന്നതൊരു നിർദ്ദേശമാണ്, ഒരു നിയമമാണ് അദ്ദേഹം കൊണ്ടുവന്നത്. നിങ്ങളുടെ സുഖത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു, അപരരെ എങ്ങനെ ബാധിക്കുന്നു. ആത്മത്തിൻ്റെ സുഖത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്നത് അപരൻ്റെ സുഖത്തിന് കൂടി പര്യാപ്തമല്ലെങ്കിൽ ആ കർമ്മം നിഷ്ഫലമായ കർമ്മമാണ്, അല്ലെങ്കിൽ ആ കർമ്മം നിരാകരിക്കേണ്ടുന്ന കർമ്മമാണ് എന്ന പ്രശ്നമാണ് ശ്രീനാരായണ ഗുരു മുമ്പോട്ട് വെച്ചത്. ഇങ്ങനെയാണ് നമ്മൾ മാർക്സിസത്തിൻ്റെ വെളിച്ചത്തിന് ഇതിലെ വിലയിരുത്തേണ്ടത്. അപ്പോൾ ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ഒരു സംഘടനയുണ്ട് കേരളം. ആ സംഘടന പേര് തന്നെ ശ്രദ്ധിക്കുക, പരിപാലന യോഗം എന്നാണ്. എന്ത് പരിപാലിക്കുന്ന യോഗം? ശ്രീനാരായണീയ ദർശനങ്ങൾ പരിപാലിക്കുന്ന യോഗം. ധർമ്മം എന്ന അർത്ഥം ഇന്നത്തെ അർത്ഥമല്ല എന്ന്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അവിടെ ഇംഗ്ലീഷിൻ്റെ സ്വാധീനം വന്ന് നോക്കുക. ഉപയോഗിക്കുന്ന വാക്ക് സംസ്കൃതം അല്ലെങ്കിൽ മലയാളം, പക്ഷെ അത് ഇംഗ്ലീഷ് വാക്കുകളിലാണത്. ശ്രീ എന്നത് ഒരു സംസ്കൃത സൂചകമാണ്. അതിനെ ഇംഗ്ലീഷിൽ തന്നെയാണ് അതിന് SNDP എന്ന് കൊടുക്കുന്നത്. നാരായണ എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേര്, ധർമ്മം എന്നുള്ളത് യഥാർത്ഥത്തിൽ ദർശനമാണ്, തത്വശാസ്ത്രമാണ്, ആശയമാണ്, പെർസ്പെക്റ്റീവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പെർസ്പെക്റ്റീവാണ് ധർമ്മം, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ആശയമാണ്, അദ്ദേഹത്തിൻ്റെ തത്വചിന്തയാണ്, അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രമാണ്. ശ്രീനാരായണ ധർമ്മം പരിപാലിക്കുന്ന സംഘടന, ഇന്നത്തെ ഓർഗനൈസേഷൻ അഥവാ യൂണിയൻ എന്നുള്ളതാണ് അന്നത്തെ യോഗം. ഇങ്ങനെ ഒരാശയം ശ്രീനാരായണ ഗുരു പലരുടെയും സമ്മർദ്ദഫലമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു സംഘടനയുടെ കാര്യകർത്തൃത്വം ഏറ്റെടുക്കുന്നത്. SNDP യൂണിയൻ എന്നുള്ളത് രൂപീകരിക്കുന്നത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ്, അല്ല അദ്ദേഹത്തിൻ്റെ മരിച്ചതിന് ശേഷമുള്ള സ്മരണയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നല്ലത്. അങ്ങനെ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന സംഘടന യഥാർത്ഥത്തിൽ ഈ നേരത്തെ ഞാൻ 2 ശ്ലോകങ്ങൾ കുമാരനാശാൻ്റെ കവിതകളിൽ എടുത്തു പറഞ്ഞ കാര്യം അത് ആവർത്തിക്കുന്നില്ല. അതിലൂടെ സൂചിതമായിരിക്കുന്ന കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഘടന അദ്ദേഹം ഉണ്ടാക്കിയത്. ഇത് അന്നത്തെ ഏറ്റവും പുരോഗമനപരമായ സംഘടന തന്നെയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നമുക്ക് 1-2 സംഘടനകളിൽ കൂടെ പരിശോധിച്ചാൽ ഇത് മനസ്സിലാവും. അത് സാധുജന പരിപാലന സംഘം. അത് അദ്ദേഹത്തിന് ചുരുക്കപ്പേരൊന്നും കൊടുത്തിട്ടില്ല. SNDP എന്ന് കൊടുത്തതുപോലെ അതിനെ സാധുജന പരിപാലന സംഘം എന്നുള്ള SPS എന്നോ ഒന്നും കൊടുത്തിട്ടില്ല അയ്യൻകാളി. പക്ഷെ അയ്യൻകാളി എന്തുകൊണ്ട് അന്ന് ഇങ്ങനൊരു വിഭാഗത്തിൻ്റെ നേതാവായിട്ട് അംഗീകരിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ശ്രീനാരായണ ഗുരുവിനെ പോലെ ഒരു താമസനല്ല അയ്യൻകാളി, ഒരു തത്വചിന്തകനല്ല അയ്യൻകാളി, ഒരു ഉയർന്ന സന്യാസ ശ്രേഷ്ഠനല്ല അയ്യൻകാളി. അങ്ങനെയുള്ള ഒരു പരിധിയിലും അദ്ദേഹം പെടുന്നില്ല. പക്ഷേ അഗാധമായ അഭിനിവേശം മനുഷ്യ സമൂഹത്തിൻ്റെ പുരോഗതിക്കും മറ്റും തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കി അഗാധമായ മാർക്സിസമൊക്കെ ഉണ്ടായി ഒരു 60-70 വർഷം കഴിഞ്ഞാൽ അത് സംഭവിക്കും, നമ്മൾ ഓർക്കണം. അല്ലാതെ മാർക്സിസത്തിന് മുമ്പ് സംഭവിച്ചല്ലിത്. ഇപ്പോൾ വിദേശ കൃതികളോ വിദേശ ആശയങ്ങളോ ഒക്കെ ശ്രീനാരായണ ഗുരു പരിചയിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അയ്യങ്കാളി പരിചയിച്ചിരുന്നില്ല എന്ന് പറയുമ്പോഴും നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഇതെല്ലാം സംഭവിക്കുന്നത്. മാർക്സിസത്തിന് മുമ്പാണ് ഫ്രഞ്ച് വിപ്ലവം. അപ്പം ലോകത്തിൻ്റെ ഒരു നൈരന്തര്യമാണിത്. അതാണ് മാർക്സിസം പറയുന്നത്. ഇത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ സംഭാവന എന്ന് ചുരുക്കി കാണരുത്. മാർക്സിൻ്റെ നമ്മൾ പറയുമ്പോൾ പോലും മാർക്സ് എന്ന വ്യക്തി എന്ന് പറയുന്ന അതിമാനുഷ്യൻ എന്ന അർത്ഥത്തിലല്ല ഇതിനെ കാണേണ്ടത്. ഈ സാമൂഹ്യ സമ്മർദ്ദങ്ങളുടെ ഫലമായി
അതാത് കാലത്ത് ഇതിനെ എടുത്ത് അവതരിപ്പിക്കാൻ ശേഷിയുള്ള ആളുകൾ അത് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോൾ അതിനെ ആത്മീയ തലത്തിലുമല്ല കാണേണ്ടത്, മറിച്ച് അതിനെ നമ്മൾ കാണേണ്ടുന്നത് സാമൂഹികമായി ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് 5 നൂറ്റാണ്ട് മുമ്പ് മാർക്സ് ജീവിച്ചിരുന്നാൽ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അയ്യൻകാളിയെ സംബന്ധിച്ച് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ പ്രത്യേകതകളില്ല. പക്ഷേ അയ്യൻകാളിയെ സമൂഹം അംഗീകരിക്കുന്ന ഒരു കുടുംബത്തിൽ കൂടിയാണ് അദ്ദേഹം ജനിച്ചത്. 8 ഏക്കറോ മറ്റോ വസ്തു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവിന്. അദ്ദേഹം പ്രധാനപ്പെട്ട ജന്മി കുടുംബങ്ങളിലെ അംഗീകരിക്കപ്പെട്ട ഒരു തലപ്പലയനായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അതുകൊണ്ട് അയ്യൻകാളി എന്ന ചെറുപ്പക്കാരന് സമൂഹത്തിൽ ഒരു അംഗീകാരം ഉള്ളപ്പോൾ തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ജന്മിയുടെ കൂടെ കാര്യസ്ഥനായിട്ടോ അല്ലെങ്കിൽ തൊഴിലാളിയായിട്ടോ ചെന്ന് അകപ്പെട്ടു പോകാതെ അദ്ദേഹം ഈ സമൂഹത്തിൽ പണിയെടുക്കുന്നവർക്ക് വിദ്യാഭ്യാസം വേണ്ടേ, ആ വിദ്യാഭ്യാസം വേണമെന്നുള്ള ആശയം എങ്ങനെ ഉണ്ടായി? എൻ്റെ സമൂഹത്തിൽപ്പെട്ടവരെ ബി എക്കാരാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞേ. അതിൽ ബ്രിട്ടീഷുകാരുടെ സ്വാധീനം പ്രധാനം തന്നെയാണ്. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വത്തെ നമ്മൾ ശക്തമായിട്ട് എതിർക്കുമ്പോൾ തന്നെ ഈ പാശ്ചാത്യ വിദ്യാഭ്യാസവും ആധുനിക വിദ്യാഭ്യാസവും ഇന്ത്യയിൽ കൊണ്ടുവരുന്നതിൽ ബ്രിട്ടീഷുകാർ കുറച്ചുകൂടി കടന്നു ചിന്തിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവ മിഷണറിമാർ ആ സ്വാധീനം ഇവരിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇങ്ങനെ സംസ്കൃതവും ശ്ലോകങ്ങളും മാത്രം പഠിച്ചുകൊണ്ടൊരു സമൂഹത്തിന് മുന്നേറാൻ കഴിയില്ല. ഇന്ന് പോലും ഗോമൂത്രവും ചാണകവും കൊണ്ട് മഹാമാരിയെ എതിർക്കാൻ കഴിയുമെന്നൊക്കെ ധരിച്ചു വെക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ ലോകത്തെ മുഴുവൻ വിജ്ഞാനവും മതഗ്രന്ഥങ്ങളിൽ സന്നിവേശിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടെന്ന് ഓർത്തോണം. അപ്പോഴാണ് ഈ ക്രൈസ്തവ മിഷണറിമാർ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പാശ്ചാത്യ വിദ്യാഭ്യാസം, ആ പാശ്ചാത്യ വിദ്യാഭ്യാസം ശാസ്ത്രത്തെ കൂടുതൽ മനസ്സിലാക്കാൻ ഉതകുന്ന സംവിധാനം അതിനകത്തുണ്ടായിരുന്നു. ശാസ്ത്രത്തെ കൂടുതൽ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന കാര്യം അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഭാഷ ശാസ്ത്രത്തെ കണ്ടില്ല എന്നുള്ളതല്ല. നമ്മുടെ പുരാണങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസങ്ങളിലോ ഒക്കെ സൂചിതമാകുന്ന അന്നത്തെ ശാസ്ത്ര നേട്ടങ്ങളെല്ലാം അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അത് ചിലതൊക്കെ അവതരിപ്പിച്ചിരുന്നത് ആത്മീയ ഭാഷണത്തിൻ്റെ ആത്മീയ രീതിയിലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ചരകൻ്റെ ശസ്ത്രക്രിയ ഉൾപ്പെടെ ഇന്ത്യയിലുണ്ടായിരുന്നു. വലിയ ആയുർവേദ ചികിത്സയുണ്ടായിരുന്നു. വലിയ സാങ്കേതിക വിദ്യ അന്നത്തെ കാലത്ത് ഒരുപാട് വികസിച്ചിരുന്നു. ശില്പകല, ലോകത്തെ ഏറ്റവും വലിയ ശില്പകല ഉണ്ടായിരുന്ന നാടാണ് ഇന്ത്യ. ഇപ്പോൾ കൊനാർക്കിലെ സൂര്യനാഥ ക്ഷേത്രത്തിൽ ആദ്യത്തെ വെളിച്ചം, ഈ ഇന്ത്യ രാജ്യത്ത് വീഴുന്ന ആദ്യത്തെ സൂര്യ വെളിച്ചം കൊനാർക്കിലെ സൂര്യനാഥ ക്ഷേത്രത്തിൽ വീഴത്തക്കവണ്ണമാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ വളരെ പഴയ ശില്പകലകൾ, അതിൻ്റെയൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ, ഇതൊന്നും നമുക്ക് നിരാകരിച്ചുകൂടാ. പക്ഷേ അത് പിൽക്കാലത്ത് വളർന്ന് വികസിക്കാതിരുന്ന എന്തുകൊണ്ടാണെന്ന് ഈ തരുണത്തിൽ ഓർക്കുന്നത് നല്ലതാണ്. അത് വളർന്ന് വികസിക്കാതെ പോയതിൻ്റെ കാരണം വിജ്ഞാനം എന്നുള്ളത് പകർന്നു കൊടുക്കാൻ നമ്മൾ തയ്യാറായില്ല. വിജ്ഞാനത്തെ നമ്മൾ അടച്ചു വെച്ചു. വൈജ്ഞാനിക വിപ്ലവ ലോകത്താകെ വികസിച്ചു വരുമ്പോൾ വിജ്ഞാനത്തെ നമ്മൾ മുറുക്കി കെട്ടിവെച്ചു. നമ്മൾ വിജ്ഞാനം സ്വീകരിക്കുന്നവൻ്റെ വിരലറുത്ത് വാങ്ങിക്കുന്ന പ്രത്യയശാസ്ത്ര വിളംബരം ചെയ്തത്. ഒരമ്പെടുത്ത് എയ്യാൻ ഏത് വിരലാണോ ആവശ്യം ആ വിരൽ മുറിച്ച് വാങ്ങിക്കുകയാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ പണിയെടുക്കുന്നവൻ്റെ കയ്യിൽ ജ്ഞാനം കൊടുക്കുന്നില്ല, അറിവ് കൊടുക്കുന്നില്ല. ഒരറിവിൽ നിന്നേ മറ്റൊരറിവ് ഉണ്ടാവുകയുള്ളൂ. ഒരറിവിൽ നിന്നേ അടുത്ത അറിവ് വികസിക്കുകയുള്ളൂ. നിങ്ങൾ ഏത് ശാസ്ത്ര നേട്ടങ്ങൾ എടുത്ത് നോക്കിക്കോ, അത് പണ്ടുണ്ടായിരുന്നതിൽ ഇപ്പോൾ വികസിക്കുന്നത് ക്രമേണയായിട്ടാണ്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചരിത്രം എടുത്ത് നോക്കൂ. നമ്മുടെ ബൾബ്, പണ്ട് എഡിസൺ കണ്ടുപിടിച്ച ബൾബാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബൾബായിരിക്കുമോ, വെളിച്ചത്തിൻ്റെ ഉറവയായിരിക്കുമോ 10 വർഷം കഴിയുമ്പോൾ ഉണ്ടാവുക? അപ്പോൾ ഒരറിവിൽ നിന്നേ മറ്റൊരറിവ് ഉണ്ടാവുകയുള്ളൂ. ആ അറിവിനെ തടഞ്ഞു വെച്ചിരുന്നു എന്നാണ് കേരളീയ സമൂഹത്തിൽ, അല്ല ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന പ്രശ്നം. അവിടെ നിന്നുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, ഈ അറിവ് നിങ്ങളിങ്ങനെ തടഞ്ഞു വെക്കാൻ പാടില്ല. അവിടെ നിന്നുകൊണ്ടാണ് അയ്യൻകാളി പറഞ്ഞത്, എനിക്ക് എൻ്റെ സമൂഹത്തിൽപ്പെട്ടവർക്ക് നിങ്ങൾ വിദ്യ തരണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ അന്നവൂട്ടില്ല. ഇതാണ് അയ്യൻകാളി എന്ന നവോത്ഥാന നായകൻ ഉയർത്തിയ മുദ്രാവാക്യം. ഇനി നമ്മൾ ചട്ടമ്പി സ്വാമികളെയോ മന്നത്ത് പത്മനാഭനെയോ എടുക്കുമ്പോൾ ഇതേ പാറ്റേൺ അതും നമുക്ക് കണ്ടെത്താൻ കഴിയും. കാരണം എഴുത്തച്ഛനാണ്
സംസ്കൃതം പഠിക്കാൻ അവകാശമില്ലാതിരുന്ന സമൂഹത്തിൽ ജനിച്ച ആളാണ്. ആ എഴുത്തച്ഛൻ സംസ്കൃതം പഠിക്കാൻ തയ്യാറായി. അതൊരു വെല്ലുവിളിയാണ്. ആ എഴുത്തച്ഛൻ ഭക്തിഗീതങ്ങൾ എഴുതി. അതും വെല്ലുവിളിയാണ്. കാരണം ഭക്തി പേരുകൾ പോലും ഉച്ചരിക്കാൻ അവകാശമില്ലാത്ത സമൂഹത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നാടുകടത്തി ചക്കുന്താൻ വിധിച്ചു. എഴുത്തച്ഛനെ ശിക്ഷിച്ചു സമൂഹം. ഹരിനാമകീർത്തനം എഴുതിയതിനാണ് അദ്ദേഹത്തെ ചക്കുന്തലിന് ശിക്ഷിച്ചത്. അതായത് എണ്ണയാട്ടാൻ കാളയെ കെട്ടിയിരുന്ന ചക്കിൻ്റെ ചുറ്റും ആ തടിയും പിടിച്ചുകൊണ്ട് നടക്കാനുള്ള ശിക്ഷ കൊടുത്തത് ഇതിൻ്റെ പേരിലാണ്. രാമായണവും മഹാഭാരതവും എടുത്ത് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് പരിവർത്തിപ്പിച്ചു. രാമായണവും മഹാഭാരതവും സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് തന്നെ വലിയ വിപ്ലവമാണ്. അങ്ങനെയാണ് എഴുത്തച്ഛൻ അതിൽ ഇടപെടുന്നത്. അതുപോലെ ആ ഇടപെടലിനും അപ്പുറത്താണ് ചട്ടമ്പി സ്വാമികൾ ഇടപെട്ടത്. കാരണം എഴുത്തച്ഛൻ മഹാഭാരതവും രാമായണവും പോലുള്ള ഇതിഹാസങ്ങളാണ് സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ അതൊരു വിപ്ലവമാണ്. സംസ്കൃതം പഠിക്കാൻ അധികാരമില്ലാത്ത ആൾ സംസ്കൃതം പഠിക്കുന്നു. ദൈവനാമം ഉച്ചരിക്കാൻ അവകാശമില്ലാത്ത ആളുകൾ ദൈവനാമം ഉച്ചരിക്കുന്നു. എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയാത്ത ആൾ എല്ലാവരെയും അതിശയിക്കുന്ന ഭാഷ പുറത്തു കൊണ്ടുവരുന്നു. സംസ്കൃതവും തമിഴും എല്ലാം അതിൽ നിന്നെല്ലാം അരിച്ചരിച്ചെടുത്ത് മനോഹരമായ ഒരു മലയാള ഭാഷാ ശൈലി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. മണിപ്രവാള ശൈലിയിൽ അദ്ദേഹം എഴുതുന്നു. ഇതെല്ലാം വലിയ വിപ്ലവമാണ് നടന്നത്. ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിൽ നഗരങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിൽ പാരായണം ചെയ്യുന്ന രാമായണവും മഹാഭാരതവും എല്ലാം എഴുത്തച്ഛൻ എഴുതിയതാണ്. അല്ലാതെ അതിൻ്റെ മൂലകൃതിയല്ല പാരായണം ചെയ്യുന്നത്. പക്ഷേ അത് എഴുതിയതിന് എഴുത്തച്ഛനെ ഇന്ന് പാരായണം ചെയ്യിക്കുന്നവരുടെ പൂർവ്വസൂരികൾ നാട് കടത്തിയിരുന്നു എന്നുള്ളത് ഇത്തരണത്തിൽ ഓർക്കുക. രസകരമായൊരു കാര്യമാണ്, കൗതുകകരമായൊരു കാര്യമാണ്. അന്നത്തെ പീഡനത്തിൻ്റെ പ്രശ്നം ഇന്ന് നമുക്ക് കൗതുകമാണ്. അന്ന് എഴുത്തച്ഛൻ അനുഭവിച്ച പീഡനം ചില്ലറയല്ല. പക്ഷേ ചട്ടമ്പി സ്വാമികൾ അവിടെ നിന്നും വളർന്നിട്ട് അദ്ദേഹം ചെയ്തത് സംസ്കൃതത്തിലുള്ള വേദോപനിഷത്തുകൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു, വേദാധികാര നിരൂപണ ഗ്രന്ഥത്തിലൂടെ. അതുപോലെ ഒരു പരിധിവരെ മനുഷ്യൻ്റെ പ്രശ്നങ്ങളാണ് ശ്രീനാരായണ ഗുരു അഡ്രസ്സ് ചെയ്തതെങ്കിൽ ജന്തുജാലങ്ങളെ കൂടി പരിഗണിക്കാൻ ചട്ടമ്പി സ്വാമികൾ തയ്യാറാവുന്നു. അദ്ദേഹം ഭക്ഷണം കഴിച്ചിരുന്നത് പലപ്പോഴും തെരുവു മൃഗങ്ങളുടെ ഒപ്പമാണെന്നുള്ളത് അറിയാവുന്നൊരു കാര്യമാണ്. അതുപോലെ ചെറുപ്പത്തിലെ സന്യാസിയായി പോയ ആളല്ല ചട്ടമ്പി സ്വാമി. നിവൃത്തികേട് കൊണ്ട് കൂലിപ്പണിക്ക് പോയ ആളാണ്. അങ്ങനെ കൂലിപ്പണിക്ക് പോയിട്ട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൻ്റെ പണിയിൽ വരെ കൂലിപ്പണി ചെയ്ത ആളാണ്. അവിടെ നിന്നുകൊണ്ട് 17-18 വയസ്സുള്ളപ്പോഴാണ് അക്ഷരം പഠിച്ചു തുടങ്ങുന്നത്. അങ്ങനെ അക്ഷരം പഠിച്ചു തുടങ്ങിയ പിന്നെ വി.ടി. ഭട്ടതിരിപ്പാടിനും അതേ സ്ഥിതിയായിരുന്നു. 17-18 വയസ്സ് വരെ അക്ഷരം പഠിച്ചിരുന്നില്ല. അപ്പോൾ ശ്രീനാരായണ ഗുരുവും വി.ടി. ഭട്ടതിരിപ്പാടും ഒക്കെ താമസിച്ച് അക്ഷരം പഠിച്ചിരുന്നവരാണ്. അന്ന് 16-ാമത്തെ വയസ്സിൽ തിരുവിതാംകൂറിൽ രാജാവ് അധികാരം വെക്കുന്ന സമയമാണ്. തിരുവിതാംകൂറിലെ ഭരണപരമായ പ്രായം അന്ന് 16 വയസ്സാണ്. അപ്പോൾ ഞാനത് ദീർഘിപ്പിച്ചു പോയാൽ നമുക്ക് നമ്മുടെ വിഷയം കൺക്ലൂഡ് ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ വളരെ വളരെ ഫലപ്രദമായി ഈ പ്രശ്നങ്ങളെ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ കഴിയാവുന്ന നിഗമനം ഒന്നിൽ നിന്ന് മറ്റൊന്ന് വികസിച്ചു വരികയാണ്. അങ്ങനെ വികസിച്ചുകൊണ്ടാണ് ഈ അയ്യൻകാളിയും ചട്ടമ്പി സ്വാമികളും അതുപോലെ മന്നത്ത് പത്മനാഭൻ കൂടുതൽ അഡ്രസ്സ് ചെയ്തത് യഥാർത്ഥത്തിൽ ഈ നായർ സമുദായത്തിലുള്ള ആന്തരികമായ പ്രശ്നങ്ങളെയാണ് കൂടുതലായിട്ട് അദ്ദേഹം അഡ്രസ്സ് ചെയ്തത്. അത് മരുമക്കത്തായ സമ്പ്രദായത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഷേധമാണ് അതിലൂടെ കടന്നു വരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് അദ്ദേഹത്തിന് പറയാൻ കഴിയാത്ത സാമൂഹിക അന്തരീക്ഷത്തിൽ അദ്ദേഹം ജീവിച്ചത്. കാരണം അദ്ദേഹം ഈ മരുമക്കത്തായ സമ്പ്രദായത്തിൻ്റെ ഉൽപ്പന്നമാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് നമ്പൂതിരി സമ്മതത്തിന് വിധേയമായ കുടുംബമാണ്. അതുകൊണ്ട് അങ്ങനെ വിധേയമാകുന്ന കുടുംബങ്ങളിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവസ്ഥ, ആ നമ്പൂതിരി അവരെ സംരക്ഷിക്കാറില്ല. ആ അമ്മയുടെ സംബന്ധക്കാരെ ഈ മക്കളെ സംരക്ഷിക്കാറില്ല. അമ്മയുടെ ആങ്ങളമാരാണ് സംരക്ഷിക്കുക. അതായത് അമ്മാവന്മാർക്കാണ് ഈ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം. സ്വത്ത് കൊടുക്കുന്നത് അമ്മാവന്മാരാണ്. അന്നത്തെ ആവശ്യം എന്ന് പറഞ്ഞാൽ എണ്ണയും സോപ്പും അരിയും ഒക്കെയാണ് കൊടുക്കേണ്ടത്. ജന്മീത്ത കുടുംബങ്ങളാണ്. അവിടുത്തെ ആകെ വരുമാനം എന്ന് പറഞ്ഞാൽ നെല്ലും തേങ്ങയാണ്, അല്ലെങ്കിൽ എണ്ണയാണ്.
അതേ ഉള്ളൂ മനുഷ്യന് ആവശ്യം. പിന്നെ വളരെ ചുരുക്കമായിട്ടാണ് വസ്ത്രം. ഇന്നത്തേതുപോലെ ആർഭാട വസ്ത്രമില്ല, ഒറ്റ മുണ്ടാണ്. പല പ്രമാണിമാരും ഉടുത്തിരുന്നത് ഒരു മുണ്ട് മാത്രമാണ്. എന്തിന്? കോഴിക്കോട് സാമൂതിരി കാപ്പാട് കടപ്പുറത്ത് വാസ്കോഡഗാമ വന്നിറങ്ങുമ്പോൾ കോഴിക്കോട് സാമൂതിരി ഉടുത്തിരുന്ന ഒരു ഒറ്റ മുണ്ട് മാത്രമാണെന്നുള്ളത് പോർട്ടുഗീസ് ഗാലറി പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അതായിരുന്നു നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ജീവിതാവസ്ഥയെ ശക്തമായി എതിർക്കുകയായിരുന്നു മന്നത്ത് പത്മനാഭൻ ചെയ്തത്. അങ്ങനെയാണ് അദ്ദേഹം നമ്പൂതിരി സമ്മതത്തിന് വരുമ്പോൾ അകത്ത് കയറാൻ വേണ്ടി കാലിൽ ഒഴിച്ച് ശുദ്ധിയാക്കി, വെള്ളമൊഴിച്ച് ശുദ്ധിയാക്കി അകത്ത് കയറാൻ വെച്ചിരുന്ന കിണ്ടി എടുത്ത് അദ്ദേഹം പുറത്തെറിയുകയും അത് ഒരു വലിയ വിപ്ലവമായിട്ട്, യഥാർത്ഥ ശ്രീനാരായണ ഗുരു വിഗ്രഹ പ്രതിഷ്ഠ സ്ഥാപിച്ചതുപോലെയോ അല്ലെങ്കിൽ അയ്യൻകാളി വില്ലുവണ്ടി ഘോഷയാത്ര നടത്തിയതുപോലെയോ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം എഴുതിയതുപോലെയുള്ള മറ്റൊരു വിപ്ലവ പ്രവർത്തനമാണ് ഈ കിണ്ടി വലിച്ചെറിയൽ. അത് ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് മന്നത്ത് പത്മനാഭൻ ഈ നമ്പൂതിരി സമുദായം നായർ സമുദായത്തോട് കാട്ടിയ അവഗണനയെന്നോ അല്ലെങ്കിൽ ഒരു ശാരീരിക സംതൃപ്തിക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വീട് മാത്രമായിട്ട്, അതിൻ്റേതായ കാരണങ്ങൾ നമ്പൂതിരി സമുദായത്തിലുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഈ വിവാഹം വേളി ഒഴിവാക്കിയിരുന്നത്? എല്ലാവർക്കും, മൂത്തയാൾക്ക് മാത്രം എന്തുകൊണ്ട് വേളി വച്ചിരുന്നു, മറ്റുള്ളവർക്കെല്ലാം സംബന്ധം എന്തുകൊണ്ടായി എന്നുള്ളതിന് നമ്പൂതിരി സമുദായത്തിന് അതിൻ്റേതായ ഒരു കാരണമുണ്ട്. അതിലേക്ക് ഞാൻ സമയക്കുറവുണ്ട് കടക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിന് എതിരായിട്ട് അതിനകത്ത് സമരം നടന്നു. അതാണ് വി ടി ഭട്ടതിരിപ്പാടിൻ്റെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ MRBയുടെ ഉൾപ്പെടെയുള്ള സമരം എന്ന് പറയുന്നത്. ഇങ്ങനെ കടന്നു വന്ന ഈ സമരത്തിൻ്റെ തുടർച്ച ആരേറ്റെടുത്തു എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അത് SNDP എന്ന സംഘടന ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ദർശനം യഥാർത്ഥത്തിൽ ചുവരുകളിലേക്ക് ഒതുക്കി, താളിയോലകളിലേക്ക് ഒതുക്കി, കടലാസിലേക്ക് ഒതുക്കി. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഗുരുവിൻ്റെ പ്രതിമകൾ വച്ചിരിക്കുന്ന ക്ഷേത്രത്തിന് ചുറ്റും മതിലിൽ മഞ്ഞയടിച്ച് കറുപ്പക്ഷരത്തിൽ എഴുതി വെക്കാൻ പറ്റുന്ന ഒന്നായിട്ട് അത് മാറി. അതാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് എഴുതി വെച്ചിട്ട് കൃത്യമായി ജാതി പറയാൻ ശ്രമിക്കുന്ന ഒരുപാട് സംഘടനാ പ്രവർത്തകർ നമ്മുടെ നാട്ടിലുണ്ട്. SNDP ബന്ധപ്പെട്ടവരുണ്ട്. യഥാർത്ഥത്തിൽ SNDP എന്ന് പറയുന്നത് അതിന് നേരെ വിപരീതമാണ്. അത് ആശാൻ കൃത്യമായി ചണ്ടാല ഭിക്ഷയിൽ പറയുന്നുണ്ട് എന്താണ് ഈ ആശയം എന്നുള്ളത്. അത് ആനന്ദഭിക്ഷു ചണ്ടാള ബാലികയിൽ നിന്ന് വെള്ളം കോരി കുടിക്കാൻ ചെല്ലുമ്പോൾ അവളുടെ ഒരു ആശങ്കയുണ്ട്. അല്ലല്ലെന്ത് കഥയത് കഷ്ടമേ, അല്ലലാലങ്ങ് ജാതി മറന്നുവോ എന്നൊരു ചോദ്യമുണ്ടല്ലോ, മാതങ്കിയുടെ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ആനന്ദഭിക്ഷു നൽകുന്ന മറുപടിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ മറുപടി, കുമാരനാശാൻ്റെ മറുപടി. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവ് വരണ്ടഹോ. ആ ഉത്തരവാദിത്തമാണ് ദേശീയ പ്രസ്ഥാനം ഏറ്റെടുക്കുന്നത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ദേശീയ പ്രസ്ഥാനം ഏറ്റെടുക്കുന്നത്. പക്ഷെ ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടരായത് മഹാഭൂരിപക്ഷം വരുന്ന ജമ്മിമാര്, സമ്പന്നര്, മോൾത്തട്ടിലുള്ളവർ, ഈ പറയുന്ന ജാതിയെ പരിലാളിച്ചിരുന്നവർ, അല്ലെങ്കിൽ ആ ജാതിയുടെ അവസ്ഥയിൽ സുഖം കണ്ടിരുന്നവർ, ഇവരെല്ലാം ആകൃഷ്ടരായി ദേശീയ പ്രസ്ഥാനത്തിലേക്ക്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 59 വിമോചന സമരത്തിൽ ഉയർന്ന മുദ്രാവാക്യം, തമ്പ്രാനെന്ന് വിളിപ്പിക്കും പാളയിൽ കഞ്ഞി കുടിപ്പിക്കും എന്ന് പറയാൻ. തമ്പ്രാൻ എന്നുള്ള വിളി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പാളയിൽ കഞ്ഞി കൊടുത്തിരുന്നത് ഇല്ലാതായിരിക്കുന്നു. അവരെല്ലാം ഇറങ്ങി ഭരണക്കാരായി മാറിയിരിക്കുന്നു. അവർ ഇറങ്ങി രാജ്യത്തിൻ്റെ വിധാതാക്കളായി മാറിയിരിക്കുന്നു. അപ്പോൾ അവരെ സഹിക്കാൻ പറ്റില്ല. ഈ കാര്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സംഘടനയായിട്ടാണ് അവർ ദേശീയ പ്രസ്ഥാനത്തെ കണ്ടത്. അതുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനം ഈ സാധാരണക്കാരൻ്റെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തില്ല. അവർ അഭിമുഖീകരിച്ചത് ജന്മിമാരുടെ പ്രശ്നത്തെയാണ്. ജന്മിമാരാണ് അവരുടെ വളർത്ത് പുത്രന്മാരായിട്ട് വന്നത്. അതുകൊണ്ട് പിൽക്കാലത്ത് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തിയതുപോലെ ഇന്ത്യയിലെ പ്രഭു വർഗത്തിൻ്റെ കയ്യിലെ കുത്തക പ്രഭു വർഗത്തിൻ്റെ കയ്യിലെ ഉപകരണമാണ് ഇന്ത്യൻ ഭരണകൂടം എന്ന് വിലയിരുത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവിടെയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഒരു ഇടതുപക്ഷ ചേരി രൂപപ്പെടുന്നു. അത് റഷ്യൻ വിപ്ലവത്തിന് ശേഷം സംഭവിച്ചൊരു കാര്യമാണ്. കോൺഗ്രസിനകത്ത് ഇടതുപക്ഷ ചേരി ഉണ്ടാകുന്നത് റഷ്യൻ വിപ്ലവത്തിന് ശേഷമാണ് പ്രധാനമായിട്ടും. ആ ഇടതുപക്ഷ ചേരി കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്നു. പിൽക്കാലത്ത് അത് സോഷ്യലിസ്റ്റ് പാർട്ടിയായിട്ട് മാറും. അഖിലേന്ത്യാ സോഷ്യലിസ്റ്റ് പാർട്ടി, ജയപ്രകാശ് നാരായണനെ പോലുള്ള ആളുകൾ. അവിടെയാണ് EMS തുടക്കത്തിൽ
കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയിലേക്ക് ലാക്കാക്കി പ്രവർത്തിച്ചത് സാമുദായിക സംഘടന. നോക്കൂ, EMS ഉണ്ണി നമ്പൂതിരി മാസികയുടെ പത്രാധിപർ. അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ സാമുദായിക പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിന് വഴിമാറി കൊടുക്കുന്നു. ആ ദേശീയ പ്രസ്ഥാനത്തിൽ EMS കടന്നു വരുന്നു, സാമുദായിക പ്രസ്ഥാനത്തിൽ നിന്ന് ദേശീയ പ്രസ്ഥാനത്തിലേക്ക്. ആ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ സെക്രട്ടറി ആയിട്ട് EMS മാറുന്നു, KPCC സെക്രട്ടറി ആയിട്ട് മാറുന്നു. ആ ഇടതുപക്ഷ പ്രസ്ഥാനം സോഷ്യലിസ്റ്റ്, അതിന് കോൺഗ്രസിനകത്തുള്ള ഇടതുപക്ഷ ഗ്രൂപ്പുകൾ സോഷ്യലിസ്റ്റുകാരായിട്ട് മാറുന്നു. EMS സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അഖില ഇന്ത്യ ജോയിൻറ്റ് സെക്രട്ടറി ആയി മാറുന്നു. ആ സോഷ്യലിസ്റ്റ് പാർട്ടി ക്രമേണ കേരളത്തിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറുന്നു. പിണറായി പാറപ്പുറത്ത് വെച്ചുള്ള സമ്മേളനത്തിലൂടെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറുന്നു. അതിൻ്റെ പ്രാഥമിക രൂപീകരണത്തിൽ നേതൃത്വം വഹിക്കുന്നു, പ്രാഥമിക ഘടകത്തിൻ്റെ രൂപീകരണത്തിൽ EMS നേതൃത്വം വഹിക്കുന്നു. പി കൃഷ്ണപിള്ള സെക്രട്ടറി ആവുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ AKG വരുന്നത്. EMSഉം NC ശേഖറും കൃഷ്ണപിള്ളയും ഉൾപ്പെടുന്ന ആ ഗ്രൂപ്പിലേക്കാണ് പിന്നീട് AKG കടന്നു വരുന്നത്. കാരണം AKG അന്ന് കോൺഗ്രസ് വളണ്ടിയറായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ അത് വികസിച്ചിട്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യാപകമായിട്ട് മാറുന്നത്. അപ്പോൾ ഈ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ, ചുരുക്കി പറഞ്ഞാൽ ഈ സാമുദായിക നവോത്ഥാന പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച, അല്ലെങ്കിൽ അവരുഴുതു മറിച്ചിട്ട കേരളത്തിൻ്റെ വിളഭൂമിയിൽ വിത്തുപാകി അത് കിളിപ്പിച്ചെടുത്ത് അത് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത്. സാമുദായിക നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ തുടക്കകാലത്തെ പുരോഗമനത്തെ ആർക്കും തർക്കം വേണ്ട. ഈ സാമുദായിക പ്രസ്ഥാനങ്ങളെല്ലാം തുടക്കകാലത്ത് ശരിക്കും പുരോഗമന പ്രസ്ഥാനം തന്നെയായിരുന്നു. ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചതാണ്. ആ പുരോഗമന പ്രസ്ഥാനം ചരിത്രത്തിൻ്റെ ഒരു സന്ധിയിൽ അതിന് സ്റ്റാഗ്നേഷൻ സംഭവിച്ചു. അതിന് പിന്നെ മുന്നോട്ട് പോകാൻ കഴിയാതായി. അത് ഏതെന്നിനെതിരായിട്ട് പ്രവർത്തിച്ചോ അതിൻ്റെ തടവറയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ അകപ്പെട്ടു. അപ്പോഴാണ് ദേശീയ പ്രസ്ഥാനം കടന്നു വരുന്നത്, പിന്നീട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കടന്നു വരുന്നത്. ഇന്ന് കേരളത്തിൻ്റെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് ഒരു വിഘാതം വന്നു. അപ്പോൾ ഇടപെടുന്ന ആരാ? പുനരുത്ഥാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാസിസ്റ്റുകൾ വളർന്നു വരുമ്പോൾ, അല്ലെങ്കിൽ തീവ്രവാദ വർഗീയ ശക്തികൾ വളർന്നു വരുമ്പോൾ അവർ ഈ പുരോഗമനത്തെ പുറകോട്ട് പിടിച്ചു വലിക്കും, പ്രതിലോമ ശക്തികളായിട്ട് മാറും. അവർ സ്ത്രീകളുടെ അവകാശം നിഷേധിക്കും, അവർ സമൂഹത്തിലെ തൊഴിലാളികളുടെ അവകാശം നിഷേധിക്കും. നോക്കൂ, ഓരോന്നിടത്ത് നോക്കൂ. ഇപ്പോൾ തൊഴിൽ നിയമങ്ങൾ കൊണ്ടുവന്നു തൊഴിലാളികളുടെ അവകാശം നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ്. കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കും. മുതലാളിത്തത്തിൻ്റെ വളർച്ച എന്ന് പറയാൻ കോർപ്പറേറ്റുകളുടെ വളർച്ചയല്ലേ. അപ്പോൾ അവിടെ അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. അപ്പോൾ ഇന്നത്തെ നവോത്ഥാന പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ഈ നവോത്ഥാനത്തിൻ്റെ തുടർച്ച ഏറ്റെടുക്കാൻ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ ഇടതുപക്ഷത്തിന് ശക്തി ആർജിക്കാനുള്ളൊരു കാരണം ഉണ്ടായങ്ങനെ. ഇത് ബംഗാളി പരിശോധിച്ചാലും മനസ്സിലാവും. അതിൻ്റെ തുടർച്ച ഏറ്റെടുക്കാൻ ബംഗാളിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു പരിധി വരെ തമിഴ്നാട്ടിന് കഴിഞ്ഞുവെങ്കിൽ പോലും അത് വികസിപ്പിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുമ്പോൾ അത് തിരുവിതാംകൂറിൽ മാത്രമായിട്ടാണ് ഒരു ഘട്ടത്തിലുണ്ടായിരുന്നതെങ്കിൽ പിന്നീടാണത് ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവിൻ്റെ മരണത്തിന് ശേഷമാണത് കേരളത്തിൽ ആകമാകാൻ വ്യാപിക്കുന്നതെങ്കിൽ EV രാമസ്വാമി നായ്ക്കർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തമിഴകം മുഴുവൻ ഈ ആശയം വ്യാപരിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹം ഈ കന്യാകുമാരി ജില്ലയിലൊക്കെ നമ്മൾ ഈ മിശ്രഭോജനം എന്നൊക്കെ പറയുമ്പോൾ കന്യാകുമാരി ജില്ലയിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി എല്ലാ ജാതി മതസ്ഥർക്കും കൊടുക്കുന്ന സമ്പ്രദായം ആവിഷ്കരിച്ചത് EV രാമസ്വാമി നായ്ക്കരാണ്. പക്ഷേ തമിഴ്നാട്ടിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കഴിയാത്തത് കൊണ്ടാണ് തമിഴ്നാട്ടിൽ നമ്മൾ അത്ര വലിയ വളർച്ച ഉണ്ടാകാതിരുന്നത്. അപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ നവോത്ഥാന പ്രവർത്തനങ്ങളാണ്. ആ നവോത്ഥാന പ്രവർത്തനത്തെ മൂർത്തമായ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ കേരളത്തിലെ ഇടതുപക്ഷ ഗ്രൂപ്പുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വളരാനുള്ള കാരണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് നമുക്ക് വ്യക്തമാകും. ഞാൻ തൽക്കാലം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇതിൽ നിങ്ങളുടെ ഇടപെടലുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ടെങ്കിൽ അത്യാവശ്യം ചില കാര്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് സന്തോഷമുണ്ട്. ഈ പരിപാടി ഇത്രയും നേരം ശ്രദ്ധിച്ചിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. നമസ്കാരം.